നമസ്കാരം. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിന് ഒരു കേസിൽ കൂടി ജാമ്യം അനുവദിച്ചു. ഇന്ന് 2 കേസുകളാണ് ജാമ്യ ഹർജിയിൽ പരിഗണിച്ചത്. അതിൽ ഒരു കേസിലാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ജാമ്യം നൽകിയിരിക്കുന്നത്. DGP ഓഫീസ് മാർച്ചുമായി ബന്ധപ്പെട്ട കേസിൽ കണ്ടോൺമെന്റ് പോലീസ് എടുത്ത കേസിലാണ് ഇപ്പോൾ അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചിരിക്കുന്നത്. മറ്റ് കേസ് ഇപ്പോൾ പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ ജാമ്യം കിട്ടുമെന്ന് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ പ്രോസിക്യൂഷൻ ശക്തമായ നിലപാടാണ് ഈ ഒരു വിഷയത്തിൽ എടുത്തിരിക്കുന്നത്. അദ്ദേഹത്തെ കസ്റ്റഡിയിൽ വേണം എന്നുള്ളതാണ് പ്രോസിക്യൂഷന്റെ ആവശ്യം. മാത്രമല്ല, ഒരു പോലീസുകാരനെ പട്ടിക കൊണ്ട് ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അത്തരം ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിന് പങ്കുണ്ട് എന്നുകൂടി പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചിരിക്കുന്നു. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യ ഹർജി പരിഗണിക്കുന്നത്. രണ്ടാമത്തെ കേസ് അല്പസമയത്തിനകം പരിഗണിക്കും. അതിൽ ജാമ്യം കിട്ടുമോ കിട്ടുകയില്ലയോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഇപ്പോൾ ഒരു കേസിൽ കൂടി അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചിരിക്കുന്നു. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിനെതിരെ രജിസ്റ്റർ ചെയ്ത മറ്റ് 2 കേസുകളിൽ ജാമ്യം ലഭിച്ചിരിക്കുന്നു. എല്ലാ കേസുകളിലും ജാമ്യം ലഭിച്ചെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് ജയിൽ മോചിതനാകാൻ സാധിക്കുകയുള്ളൂ. ഈ അവസാനത്തെ കേസിൽ അല്പസമയത്തിനകം പരിഗണിക്കുന്ന കേസിൽ ജാമ്യം നിഷേധിക്കപ്പെടുകയാണെങ്കിൽ വീണ്ടും പൂജപ്പുര തിരുവനന്തപുരം ജില്ലാ ജയിലിലേക്ക് അദ്ദേഹത്തിന് പോകേണ്ടി വരും. പ്രോസിക്യൂഷൻ ശക്തമായ വാദമാണ് ഉന്നയിക്കുന്നത്. അദ്ദേഹത്തിന് ജാമ്യം കിട്ടാതിരിക്കാൻ ജാമ്യം കൊടുക്കരുത് എന്ന് തന്നെയാണ് ശക്തമായിട്ട് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. മറ്റു കേസ് അല്പസമയത്തിനകം പരിഗണിക്കും. അതിൽ ജാമ്യം കിട്ടും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ശക്തമായ വാദവുമായി പ്രോസിക്യൂഷൻ രംഗത്തുണ്ട്. അല്പസമയത്തിനകം ഈ കേസിലും അദ്ദേഹത്തിന് ജാമ്യം കിട്ടുമോ ഇല്ലയോ എന്ന് നമുക്കറിയാനാകും.